ജൻസിയുടെ മാത്രമല്ല എല്ലാവരുടെയും പ്രതിനിധിയായാണ് ചുമതലയേൽക്കാൻ പോകുന്നതെന്ന് നിയുക്ത മന്ത്രി റോജി എം ജോൺ. മുഖ്യമന്ത്രി എല്ലാവരുടെയും പ്രവർത്തനം നന്നായി അറിയുന്ന ആളാണെന്നും പുതിയ ടീമിൽ വലിയ പ്രതീക്ഷയുണ്ടെന്നും ന്യൂസ് 18നോട് റോജി പറഞ്ഞു. നിയുക്ത മന്ത്രി ശ്രീ റോജി എം ജോൺ ആണ് നമ്മോടൊപ്പം ചേരുന്നത്. അഭിനന്ദനങ്ങൾ. മൂന്നാം അംഗത്തിൽ ഒരു ജൻസി മന്ത്രിയായിട്ട് അങ്ങ് സത്യപ്രതിജ്ഞ ചെയ്യുന്നു എന്നാണുള്ളത്. അല്ല, ഈ തെരഞ്ഞെടുപ്പിൽ വലിയൊരു വിജയം ഉണ്ടായി. അതിലെല്ലാ വിഭാഗം ആളുകളുടെയും പിന്തുണയുണ്ട്. ജൻസി വോട്ടർമാരുടെയും വലിയ പിന്തുണ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു വിജയം നമുക്ക് കൈവരിക്കാൻ സാധിച്ചത്. ഒരു ഇലക്ഷനിൽ നമ്മുടെ സമൂഹത്തിലെ വോട്ടർമാരുടെ എല്ലാ വിഭാഗം ആളുകളും പ്രായഭേദമന്യേ, ജാതിമത ഭേദമന്യേ, ഒരു പരിധിവരെ കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്ത് വോട്ട് ചെയ്യുമ്പോഴാണ് ഇത്രയും വലിയൊരു വിജയം നമുക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്ന് പ്രവർത്തിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. വലിയ വിജയമെന്ന് പറഞ്ഞാൽ വലിയ പ്രതീക്ഷയും വലിയ ഉത്തരവാദിത്വവുമാണ്. പുതുമുഖങ്ങളാണ് മന്ത്രിസഭയിലധികവും. ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു? അല്ല, ഞങ്ങൾ അങ്ങനെ ആദ്യമായിട്ടായിരിക്കും ഒരുപക്ഷെ ഇത്രയധികം പുതുമുഖങ്ങൾ ഒരു UDF മന്ത്രിസഭയുടെ ഭാഗമാകുന്നത്. സാധാരണ അങ്ങനെ ഉണ്ടാവാറില്ല. എന്തായാലും പാർട്ടി കൂടുതൽ അവസരം നൽകി എന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ശ്രീ രാഹുൽ ഗാന്ധിയൊക്കെ യുവാക്കൾക്ക് കൂടുതൽ അവസരം എപ്പോഴും നൽകാനായിട്ട് ശ്രമിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഞങ്ങൾക്കൊക്കെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവസരം ലഭിച്ചു. നമ്മൾ ജയിച്ചു വന്ന MLA-മാരെ പരിശോധിച്ചാൽ അത് തന്നെ ഒരു പുതിയ ടീമാണ്. മന്ത്രിസഭയിലും അങ്ങനെ ഒരു പുത്തൻ എനർജി, ഒരു പുതിയ ടീം വരുന്നു എന്നുള്ളതും വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ്. സ്പോർട്സ് ഒക്കെയാണ് അങ്ങയുടെ പേരിൽ പറഞ്ഞു കേൾക്കുന്നത്. അല്ല, വകുപ്പ് തീരുമാനിക്കുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഞങ്ങൾ കഴിഞ്ഞ 10 വർഷം നിയമസഭയിൽ ഒരുമിച്ചുണ്ടായിരുന്ന ആളുകളാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് കൃത്യമായ ധാരണ, ബോധ്യം അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഏത് തീരുമാനം അല്ലെങ്കിൽ ഏത് ഉത്തരവാദിത്തമാണ് നമ്മളെ ഏൽപ്പിക്കുന്നത് അത് നമ്മുടെ കഴിവിൻ്റെ പരമാവധി ഭംഗിയായി നിർവഹിക്കാനായിട്ടായിരിക്കും ശ്രമിക്കുക. മന്ത്രി നിലയിൽ പ്രയോറിറ്റി എന്താണ്? നമ്മൾ ജനങ്ങൾക്ക് മുമ്പിൽ നിരവധി കാര്യങ്ങൾ തിരഞ്ഞെടുപ്പിൻ്റെ അവസരത്തിൽ വെച്ചിട്ടുണ്ട്. അവരതെല്ലാം വലിയ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്. അപ്പോൾ അതൊന്നൊന്നായി നടപ്പിലാക്കി മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരുപാട് പേര് ആവശ്യങ്ങളൊക്കെ ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. അല്ല, തീർച്ചയായിട്ടും നമ്മൾ ജനപ്രതിനിധികൾ എന്ന നിലയിൽ അവർ വലുതും ചെറുതുമായിട്ടുള്ള ഓരോ ആവശ്യങ്ങളുമായിട്ട് വരും. അപ്പോൾ അതിൽ നമുക്ക് നടത്തിയെടുക്കാൻ സാധിക്കുന്നതെല്ലാം നമ്മുടെ കഴിവിൻ്റെ പരമാവധി പരിശ്രമിച്ചുകൊണ്ട് നടപ്പിലാക്കുക എന്നുള്ളതാണ്. എന്താണെങ്കിലും ഒരു മികച്ച മന്ത്രി. താങ്ക് യു സോ മച്ച്. അദ്ദേഹം അല്പസമയത്തിനകം സത്യപ്രതിജ്ഞയ്ക്ക് എവിടെ നിന്നിറങ്ങും. അതിനു മുമ്പ് അല്പസമയം നമ്മോട് പങ്കുവച്ചാണ് പ്രതീക്ഷകളൊക്കെ തന്നെ. അഖിലോട്ട് പാർക്കപ്പോൾ CV അനുമോദ് ന്യൂസ് 18. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. റോജി എം ജോൺ ജൻസിയുടെ മാത്രം മന്ത്രിയല്ല എന്നാണ് പറയുന്നത്. റോജിയുടെ വരവും നേരത്തെ പ്രതീക്ഷിച്ചിരുന്ന ഒരു മന്ത്രിസ്ഥാനമാണ്. കാരണം തുടർച്ചയായി ആ മണ്ഡലം നിലനിർത്തിയ ഒരു നേതാവ് കൂടിയാണ് റോജി എം ജോൺ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.